ഹായ്. സ്പെയിനിൻ്റെ ഭാഗമായ കനറി ഐലൻഡ്സിലെ ലാഗോമേറയിലെ സാൻ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ സ്ഥലം ശരിക്കും പ്രശസ്തമായിട്ടുള്ളത് നമ്മുടെ ക്രിസ്റ്റഫർ കൊളംബസ് തൻ്റെ അമേരിക്കൻ യാത്രയ്ക്ക് മുമ്പ് ഇവിടുന്നാണ് അമേരിക്കയ്ക്ക് പോയതെന്നാണ് പറയുന്നത്. ഇവിടെ എത്തിയിട്ടാണ് പോയതെന്നാണ് പറയുന്നത്. സോ ഇവിടെ ശരിക്കും പ്രശസ്തമായിട്ടുള്ള നല്ല അഗ്നിപർവ്വതത്തിൽ നിന്ന് പൊട്ടി വന്ന ഈ കറുത്ത മണലുള്ള ഈ ബീച്ചും പിന്നെ ഇവിടുത്തെ കളർഫുള്ളായിട്ടുള്ള ഈ കെട്ടിടങ്ങളും അങ്ങനെ കുറേ കാഴ്ചകളുണ്ട് ഇവിടെ. എല്ലാം കാണിക്കാം. ഈ വീഡിയോ ഞാൻ ഞങ്ങളുടെ ഷിപ്പിൻ്റെ അകത്ത് നിന്ന് എടുത്തതാണ്. ഷിപ്പിലെ ഓപ്പൺ ഡെക്കിൽ നിന്നും ഷൂട്ട് ചെയ്തതാണ് ഞാനത്. നല്ല ദൂരമുണ്ട്, ഞാൻ സൂം ചെയ്തെടുത്തതാണ്. പക്ഷെ അവിടുത്തെ ഈ കറുത്ത ഈ പാറയും ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. സംഭവം ലോങ് വ്യൂ ആണ്. ഷിപ്പിൽ നിന്ന് കാണുമ്പം ഈ ഒരു മലയുടെ ഇങ്ങനെ ചെരുവിലിരിക്കുന്ന കുറേ കെട്ടിടങ്ങൾ, കളർഫുള്ളായ കെട്ടിടങ്ങൾ, അതുതന്നെയാണ് ഈ സ്ഥലത്തിൻ്റെ മെയിൻ അട്രാക്ഷൻ. നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ ഈ സ്ഥലത്തെപ്പറ്റി സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ആദ്യം കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ കളർഫുൾ കെട്ടിടങ്ങൾ തന്നെയാണ്. ഇതിൻ്റെ ചരിത്രമൊക്കെ എനിക്കറിയില്ല, പക്ഷേ ഞാനിതിനു മുമ്പ് വന്നിട്ടുണ്ട് ഇവിടെ. നല്ല ഭംഗിയാണ്. അന്ന് ഈ മൗണ്ടൻ്റെ മുകളിലേക്ക് പോകാനായിട്ട് ഇതിൽ എവിടെയോ ഒരു സ്റ്റെപ്പുണ്ട്. എനിക്കത് കറക്റ്റ് അറിയില്ല എവിടെയാണ്. ഒന്ന് തപ്പി നോക്കാം എവിടെയാണ് ഉണ്ടെങ്കിൽ ജസ്റ്റ് പോയി നോക്കാം. കുറച്ച് മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണിത്. പക്ഷേ ഇതിൻ്റെ മുകളിലേക്ക് പോകാനായിട്ടുള്ള വഴിയൊന്നും ഞാൻ കണ്ടില്ല. ഇവിടുത്തെ ഈ വീടുകളുടെ ഇതെല്ലാം റെസിഡൻഷ്യൽ ഏരിയാസാണ്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തേക്കുന്ന റോഡിൻ്റെ സൈഡിലാണ്. ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ഈ വീടുകളുടെ എല്ലാം ബാൽക്കണീസ് നല്ല ഭംഗിയായിരിക്കും. നല്ല എന്താ പറയുക, ചെടികളൊക്കെ വളർത്തിയും നല്ല രസമുള്ള ബാൽക്കണികളാണ് ഇവിടുത്തെ. പതിനഞ്ചാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടു എന്ന് പറയുന്നൊരു പള്ളിയുണ്ട് ഇവിടെ. ഞാൻ ആ പള്ളി കാണാൻ വേണ്ടി ഞാനിങ്ങനെ പോകുന്നത്. ഇതാണ് ചർച്ച്. ഇതിൻ്റെ അകത്തെ വുഡൻ വർക്കുകളൊക്കെ ഭയങ്കര ഫേമസ് ആണെന്നാണ് ഞാൻ കണ്ടത്. ഉള്ളിൽ കയറാൻ പറ്റുമോ എന്ന് പോയി നോക്കാം നമുക്ക്.
ഇതാണ് ഈ പള്ളിയുടെ അൾത്താര. പള്ളിയിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങിയിട്ട് ഇനി അവിടെ ബീച്ചുണ്ട്, മറ്റേ അഗ്നിപർവ്വതം പൊട്ടി ഉണ്ടായ മണൽ വന്ന് വീണ കറുത്ത മണലുള്ള ബീച്ചുണ്ട്. അതും കൂടെ ജസ്റ്റ് ഒന്ന് പോയിട്ട് തിരിച്ച് പോയാലോ എന്നാണ് ആലോചിക്കുന്നത്. പോയി നോക്കാം. അവിടുത്തെ കെട്ടിടങ്ങളുടെ ഒരു ഭംഗിയാണ്. എല്ലാം ഏകദേശം ഒരേ ഒരു സ്റ്റൈലിലും പഴമ ഇങ്ങനെ എന്താ പറയുക, ഇവരൊന്നും ആ പഴമ അങ്ങനെ കളഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് ഇവിടെ കാണാനും. ഇവന് എൻ്റെ കൂടെ പണിയെടുക്കുന്നവനാണ്. നമ്മൾ ഒരേ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി ചെയ്യുന്നത്. ചുമ്മാ നടക്കാറില്ല. Hey, Tador, I think we have to go this way. Yeah, there is no door. It's all closed. കറുത്ത മണലുള്ള ബീച്ച് തേടി ഇറങ്ങിയതാണ് ഞങ്ങൾ. ടെനറിഫിലേക്കുള്ള ഫെറിയാണ് പോകുന്നത്. ടെനറിഫ് എന്ന് പറയുന്നത് സ്പെയിനിലെ മറ്റൊരു സ്ഥലമാണ്. അങ്ങോട്ടേക്ക് പോകുന്ന ഫെറിയാണ് കിടക്കുന്നതാണ് ഞങ്ങളുടെ കപ്പൽ. അങ്ങനെ കറുത്ത മണലുള്ള ബീച്ചിലെത്തി. അതുകൊണ്ട് അധികം ചൂടുമില്ല, എനിക്ക് തണുപ്പുമില്ല. അപ്പോൾ പതുക്കെ ഷിപ്പിലേക്ക് തിരിച്ചു പോകാം. ഞങ്ങളിങ്ങനെ ജസ്റ്റ് നടന്നു വന്നപ്പോഴാണ് ഇവിടെ നല്ലൊരു വ്യൂ കണ്ടത്. ഒരു മൗണ്ടൻ, നമ്മുടെ ജപ്പാനിലുള്ള മറ്റേ മൗണ്ട് ഫുജി ഇല്ലേ, അതുപോലെയൊക്കെ നിൽക്കുന്ന ഒരു
മൗണ്ടൻ. ഈ വോൾക്കാനോ എങ്ങനെയും ആണോ അറിയില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ. അത് ക്യാമറയിൽ എത്രത്തോളം ഭംഗി കിട്ടുമെന്ന് എനിക്ക് അങ്ങോട്ട് പറയാൻ പറ്റില്ല, പക്ഷെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ നല്ലൊരു ഫീലാണ് അത് കാണാൻ. നല്ല രസമുണ്ടത്. അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ വന്നപ്പോൾ ഒരു ചെറിയൊരു ടണൽ പോലെ. Yeah, nice view. Can you give me some photo? Yeah, definitely. Of course. Only one photo? I will. Discuss with the... Because I saw in the Google it's Nickel. from the volcano. Yeah, it's a lava. Lava, maybe it's all these black rocks, you know. It's all lava, maybe. Lava. I'm not sure, maybe. I think so. It's lava. Yeah. Part of the rock. ആ പാറക്കെട്ടിൻ്റെ മുകളിലെല്ലാം ഓരോ എല്ലാ ഹോട്ടലുകളൊക്കെ ആയിരിക്കും, പക്ഷേ എന്താ നല്ല വ്യൂ ആയിരിക്കും അവിടെ നിന്നൊക്കെ. കിടിലം വ്യൂ. ഇവർക്കൊന്നും ഒരു പേടിയില്ലല്ലോ തിരയടിക്കുവാൻ. What is this? No. No idea. Yeah. Really nice. Yeah, they're still here. അപ്പോൾ ശരി, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.